നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് വേദയുടെ നാളെ വരുന്ന ദിവസം കേട്ടോ. ഭരണി, കന്നിമാസത്തിലെ ഭരണിയിലാണ് വേദ ഉള്ളത്. അപ്പം ഇന്ന് നാളെ വരുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ഡേറ്റിൻ്റെ അന്ന് ഒന്ന് എല്ലാവരും കൂടിയൊക്കെ ഒന്ന് ആഘോഷിക്കാമെന്ന് കരുതി. പക്ഷെ വലിയ രീതിയിൽ ആഘോഷിച്ചില്ല. വലിയ രീതിയിൽ ആഘോഷമില്ലല്ല, നമ്മൾ വീട്ടിലെല്ലാവരും കൂടി മാത്രമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യണം എന്ന് കരുതിയപ്പോൾ വേദയ്ക്ക് ഫുഡ് പോയിസൺ ഒക്കെ വന്നിട്ട് പിന്നെ നമ്മൾ കേക്ക് കട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നാളിൻ്റെ അന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്, സെലിബ്രേഷൻ അല്ല, കേക്കൊക്കെ ഒന്ന് നാളിൻ്റെ അന്ന് കട്ട് ചെയ്യാമെന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡേറ്റ് നോക്കിയാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും. നാളിൻ്റെ അന്ന് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ മാത്രമേ പോവുള്ളൂ. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഏട്ടൻ എവിടെയോ പോയിട്ട് പിന്നെ വന്നത് 12-1 മണിയായി കേട്ടോ. ഇനി ഏത് അമ്പലമാണുള്ളത്? അപ്പോൾ എന്തായാലും നമുക്ക് പുറത്ത് പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് കരുതി. അവളുടെ സന്തോഷമല്ലേ. ഇപ്പം മന്തി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുഴിമന്തി കഴിക്കാൻ, ഖലീഫ മന്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ അട്ടകുളങ്ങര ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് പോകാമെന്ന് കരുതി. വേദ റെഡി ആവാൻ പോയിരിക്കുക കേട്ടോ. വൈകിട്ട് ഒരു കുഞ്ഞു കേക്ക് വാങ്ങിയിട്ട് ഇവിടുത്തെ ദിയയും ഗൗതവും അമ്മുവും തേനൂനെയും വിളിച്ച് ഞങ്ങൾക്ക് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാം. പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടമല്ലേ. അപ്പോൾ അവർക്ക് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി ഒരു കുഞ്ഞു കേക്ക് കട്ടിങ്. വേറെ ആരുമില്ല, ഒന്നുമില്ല. ഇത്ര തന്നെ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അന്നായിരുന്നെങ്കിൽ അന്ന് ഇതുപോലെ ഈവനിങ് മന്തിയൊക്കെ വാങ്ങി കഴിക്കാമെന്നൊക്കെ കരുതി. എല്ലാവർക്കും കഴിക്കാം, എല്ലാവരും ഒക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ ആരുമില്ല, കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ് ഇന്നത്തെ വീഡിയോ. ഇതാ നമ്മുടെ ബർത്ത്ഡേക്ക് ചിരി. ബർത്ത്ഡേ ഡ്രസ്സ് വാങ്ങിച്ച് വെച്ചിട്ട് ഇടാതെ ഈ അഴുക്ക ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വന്നേക്കണം. അന്ന് വാങ്ങിച്ച ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിനൊക്കെ ഇടാനായിട്ടൊരു നല്ല പിങ്ക് ഫ്രോക്ക് വാങ്ങിച്ചേ. അതിടാതെ ഈ ഒരു അഴുക്ക ഡ്രസ്സ് മാറ്റിയിടാൻ പറയുമ്പോൾ ഇല്ല, ഇതേ ഇടുന്നുള്ളൂ. ഇതാട്ടോ ഖലീഫ മന്തി, അട്ടക്കുളങ്ങരയാണ്. ഇപ്പം ന്യൂലി ഓപ്പൺ ആയിട്ടുള്ള ഒരു മന്തി ഷോപ്പാണ്. ഇവിടുത്തെ മന്തി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ഓപ്പൺ ആയതിൻ്റെ അന്ന് മുതൽ തുടങ്ങിയ ബഹളമാണ് വേദ ഇവിടെ വരാൻ പറഞ്ഞിട്ട്. എന്തായാലും ഇന്നിവിടെയാണ് നമ്മുടെ ലഞ്ച്. സീറ്റ് തിരക്കുണ്ട്. ഇവിടെ സീറ്റില്ല, മുകളിൽ സീറ്റ് ഉണ്ടോ നോക്കുകയാണ്. വെയിറ്റിംഗ്. ഏതൊക്കെ 3 മണിക്ക് ട്യൂഷനും ഉണ്ട്. പഠിക്കാത്തതിന് വഴക്കുറങ്ങി. ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കണം. ശരി വേണോ? വേറെ ഈ മന്തി മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഹാഫ് മന്തി നോർമലേ ഉള്ളൂ. നോർമൽ മതിയല്ല, നോർമൽ മതി. ജ്യൂസ് എന്താ ഉള്ളത്? 3 പൈനാപ്പിൾ ജ്യൂസ്. 3 പൈനാപ്പിൾ ജ്യൂസ്. ആ ഹാഫ് മതി. അൽഫാം മന്തിയൊന്നും ഇല്ല, സാധാ കുഴിമന്തി. അതിന് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണ്ടേ? വെള്ളം മന്തി. അൽഫാം വേണോ? മന്തി എനിക്ക് കുഴിമന്തിയിലെ ചിക്കൻ അത്ര ഇഷ്ടമല്ല. കൊണ്ടുവരട്ടെ, നോക്കട്ടെ. കൊള്ളാമെങ്കിൽ ചിക്കൻ കഴിക്കാം, അല്ലെങ്കിൽ എനിക്കല്ല. എനിക്ക് ബിരിയാണി ഇഷ്ടമുള്ളൂ, മന്തി ഇഷ്ടമല്ല. ചിരി ഒന്ന്. ഇവിടെ ഇരുന്നിട്ട് ചൂടപ്പം അപ്പത്തോട്ട മാറ്റിത്തരാന്ന് പറഞ്ഞു. മട്ടനും കണ്ണും വേണോ? ഒരു ക്വാർട്ടർ അൽഫാമും കൂടെ. അൽഫാമാണ്. റൈസ് വേണ്ട, അൽഫാം മാത്രം. 20 മിനിറ്റ് എടുക്കില്ലേ? 20 ഷവായി വേണോ? അത് മറ്റേത് മതിയാ? ഈ കുഴിമന്തിയിലുള്ളത് മസാലയൊക്കെ കുറവല്ലേ? സ്പൈസ് വേണ്ട മോൾക്ക് കഴിക്കാൻ. ഷവായി കുറച്ചുകൂടെ മസാല കാണും അല്ലേ? അതാ ഞാൻ ചോദിച്ചത് എന്തൊക്കെ ഉണ്ടെന്നുണ്ട്. ഇപ്പം എന്തുണ്ട്? മസാല ഷവായി ഉണ്ടോ? 2 മസാല ഷവായി, ഒരു പീസ് മതി, ഒരു ക്വാർട്ടർ പീസ് മതി. 2 മന്തി ഷവായി, മസാല ഷവായി. മനസ്സിലായല്ലോ? അപ്പോൾ ഈ മന്തിയിലുള്ള ചിക്കനിൽ മസാല കുറവായതുകൊണ്ട് നമ്മൾ ഷവായി ഉണ്ടോയെന്ന് പറയും. മസാല ഷവായി ഉണ്ടെന്ന്. അപ്പോൾ മസാല ഷവായി മന്തിയാണ് നമ്മളിന്ന് വാങ്ങിക്കുന്നത്. മസാല ഷവായി ഒരാൾക്ക് മസാല ഷവായി മാത്രം, റൈസ് വേണ്ട.
വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ നിങ്ങൾക്കും ക്ലിയർ ആയില്ലേ? നിനക്കും ക്ലിയർ ആയില്ലേ? നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് സ്പേസ് ഉണ്ട്. അവിടെ എത്രയോ പേർക്ക് അവർ അൽഫാം മന്തി 50 പേർക്കെന്തോ ബുക്കിംഗ് ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അൽഫാം ഇന്നത് ഡിലേ എന്നാണ് പറയുന്നത്. എന്തായാലും സമയം 1 മണിയായി, എന്നിട്ടും അൽഫാം മന്തി ഇല്ലാത്തത് വളരെ മോശമാണ്. ഖേദിക്കുന്നു. നമുക്ക് അൽഫാം മന്തിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യണമെന്ന്. ഷവായി ഷവായി ഇങ്ങനെ കറക്കണത്, അൽഫാം ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. ഹോട്ട് വാട്ടർ എല്ലായിടത്തും കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ജ്യൂസ് കൊണ്ടുവരും. ഇവിടെ നേരത്തെ ഉണ്ടെന്ന്. പകുതിയും പതയാട്ടോ, ബാക്കി ജ്യൂസ്. കൊള്ളാം, തണുപ്പുണ്ട്. അയ്യോ, ഇതിലൊക്കെ ഫുൾ പത. വിളിക്കട്ടെ ചേട്ടാ, ഇത് ഇത്രയും പതയാണല്ലോ. ജ്യൂസ് ഫുള്ള് പ്രൈസ് നിങ്ങൾ എടുക്കൂലേ? അതെ, പത പകുതി പ്രൈസ്. അല്ലാതെ തന്നെ അത് കൊണ്ടുപോയി. പിന്നെ നമ്മൾ പൈസ കൊടുക്കുന്നത് 3 ദിവസം അരഭാഗവും പതയായിരുന്നു കേട്ടോ. മാറ്റിക്കൊണ്ടുവരാന്ന് പറയുന്നത് കുറച്ച് വെള്ളം കുഴിച്ച് കൊണ്ടുവരണമെന്ന് അറിഞ്ഞു ഏട്ടനത് ഇത് വേണ്ടാന്ന്. ഇത് വസ്ത്രയിലെ ഡ്രസ്സാട്ടോ. വസ്ത്രം ഞാനൊന്ന് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഓൾറെഡി ഉണ്ട്. പിന്നെ വേദയുടെ എക്സാമും കാര്യങ്ങളായിരിക്കും. വസ്ത്രയുടെ പറയാൻ നടന്നാൽ ഒരു കുന്തം നടക്കില്ല കേട്ടോ. ഞാൻ കൂടെ ഒന്ന് നോക്കിയില്ല എങ്കിൽ അവളൊട്ടും പഠിക്കില്ല. വീണ്ടും അതേ അവസ്ഥ തന്നെ. ഇത് പതയാണല്ലോ കൂടുതലും. ഇപ്പൊ കുറച്ചുകൂടെ പതയായെന്ന് തോന്നുന്നു. നോക്ക്, ഇപ്പോഴും പത തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി വീണ്ടും ഇതുപോലെ തന്നെ കൊണ്ടുവരും. എന്തിനു പറയണത്? വിശക്കണം. നല്ല മധുരമുണ്ട്, കട്ട മധുരം. മസാല ഷവായി ഇതാ വന്നു. നമ്മൾ മസാല ഷവായി മന്തിയാണ് ഓർഡർ ചെയ്തത്. കേട്ടാ, ഏത് പീസ് ഉണ്ട്? ഇത് വേണോ? ഇത് വേണോ? ഇങ്ങോട്ട് നീക്കടാ, പ്ലേറ്റ് ഇങ്ങോട്ട് നീക്കടാ. ഹാപ്പി ബർത്ത്ഡേ വേദ. കഴിച്ചിട്ട് തരാം. ഇത് എൻ്റെ ഷവായ കേട്ടോ. വേദ പറഞ്ഞാൽ കൊള്ളാമെന്ന്. ഷവായാണോ റൈസാണോ നല്ലത്? കുറച്ച് റൈസ് കൂടെ എടുക്കാം. മസാല സൂപ്പർ. മസാല ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, വേദയ്ക്ക് ഇഷ്ടമായില്ല. ആ റൈസും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു, കൊള്ളായിരിക്കും. നല്ല എരിവൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ, മന്തി കൊള്ളാം. മന്തി കൊള്ളാം. ചിക്കനും എനിക്കിഷ്ടമായി, വേദയ്ക്ക് ഇഷ്ടമായില്ല. റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചോക്കട്ടെ, നല്ലതായിരിക്കും. മയോണൈസ്, ടൊമാറ്റോ, പിക്കിള്, പിന്നെ സാലഡ്. എനിക്കിഷ്ടമായി. എനിക്കിഷ്ടപ്പെട്ട മന്തി റൈസും 788. വലിയ കത്തിയൊന്നുമില്ല. 788. ഫുൾ മന്തി അപ്പം എത്ര രൂപ? 1000 രൂപ. പിള്ളേരെ ബഹളം. വൈകിട്ട് കുട്ടികൾക്കും മന്തി കൊടുക്കാമെന്നില്ലേ, അങ്ങനെ ഒരു ഫുൾ മന്തി ഓർഡർ ചെയ്തിരിക്കുന്നു.
ഇവർ 4-5 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫുൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. വൈകിട്ട് അതിന് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അവർക്ക് മന്തി ഇഷ്ടമല്ലേ, മന്തി കൊടുക്കാം. അപ്പം കഴി കൊള്ളാം. ഈവനിങ് കുഞ്ഞ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള റൈസും ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എക്സ്ട്രാ 2 പീസ് കൂടെ ആഡ് ചെയ്ത് വാങ്ങിച്ചു. നല്ല തിരക്ക് കേട്ടോ, ഫുൾ തിരക്ക്. അവിടെ എല്ലാവരും ഇപ്പോൾ മന്തി മനസ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഉള്ള പോലത്തെ തിരക്ക് ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. പുറത്ത് കാറിടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പാർക്കിംഗ് ഒരു ബുദ്ധിമുട്ടാണ്. മന്തി നല്ല മന്തി കേട്ടോ, വലിയ കത്തി വിലയോ അങ്ങനെയൊന്നുമല്ല, നോർമൽ. സെറ്റപ്പ് ഉണ്ടപ്പോൾ ഭയങ്കര വിലയൊക്കെ ആയിരിക്കും എന്ന് അങ്ങനെയൊന്നുമല്ല, നോർമലായിട്ട് ഉള്ള മന്തി. മീൻസ് നോർമൽ അഫോർഡബിൾ റേറ്റിന് നല്ല മന്തി. ഭയങ്കര ഭീകര തിരക്കട്ടോ. അപ്പോൾ നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ ഒട്ടും സൗകര്യമില്ല. അപ്പോൾ കാറിലൊക്കെ വരുന്നവർ ശ്രദ്ധിച്ച് വരിക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ കഴിക്കാൻ പോയി കീയും കൊടുത്തിട്ട് വന്നിട്ടോ. തിരിച്ച് വന്നപ്പോൾ വണ്ടി അൺലോക്ക് ആവുന്നില്ല. നോക്കിയപ്പോൾ നമ്മൾ കഴിക്കാൻ കയറിയ സമയം മുതൽ നമ്മൾ ഇട്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവർ മാറ്റിയിട്ടിരുന്നു. വേറെ ഏതോ കാറ് പോയപ്പോൾ ആ കാറിൻ്റെ സ്പേസിൽ കയറ്റിയിട്ടിരുന്നു കേട്ടോ. കഴിക്കാൻ പോയ സമയം മുതൽ ഈ സമയം വരെയും ആ കാർ ഓണായി കിടക്കുമായിരുന്നു, ഫുൾ ഓണായി കിടക്കുമായിരുന്നു. ലോക്ക് ആവുന്നില്ല. ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഫുൾ ഓണായി, AC ഒക്കെ ഓണായി അങ്ങനെ കിടക്കുമായിരുന്നു. അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ ഫുഡൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, ജ്യൂസ് കൊണ്ടുവന്നത് പകുതിയും പതയായിരുന്നു, ഭയങ്കര മധുരമായിട്ട് പകുതിയും പതയായിരുന്നു, കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ച് ഫുഡൊക്കെ ഉള്ളായിരുന്നു. അഫോർഡബിൾ റേറ്റ് ആണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഒന്നാമതായി അവിടെ അട്ടകുളങ്ങര റോഡൊക്കെ അവിടെ നമുക്ക് കാർ ഇടാനേ പറ്റില്ല. രാമചന്ദ്രയുടെ തിരക്കും ഈ തിരക്കും എല്ലാം കൂടി ആയിട്ട് അവിടെ അല്ലാതെ ഇടാനേ സ്ഥലമില്ല. അപ്പോൾ കുറച്ച് പാർക്കിംഗ് അവർ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊരു വളരെ മോശം ഒരു പരിപാടിയായിപ്പോൾ. ഇത്രയും സമയം നമ്മുടെ കാർ ഓണായി കിടക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ബാറ്ററി ഫുൾ പോയിട്ടുണ്ടാകും. നമ്മൾ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല അകത്ത്. ചുമ്മാ ഓൺ ചെയ്ത് വണ്ടി ഇട്ടേക്കാന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, പെട്രോള്. ഇനി നമ്മൾ വേദയ്ക്ക് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങാൻ പോവാം കേട്ടോ. ഒരു 1/2 kg കേക്ക് വാങ്ങുന്നുള്ളൂ, വലുതൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ കേക്ക് വേൾഡിലോ സംസം ബൺ കഫേയിലോ കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നന്ദൻകോട് കേക്ക് വേൾഡ് കയറി നോക്കാം. സോ നന്ദൻകോടുള്ള കേക്ക് വേൾഡ്. വേദ കാറിൽ കിടന്ന് ചെറുതായിട്ട് ഉറങ്ങി ഇല്ലേടാ. ഉറങ്ങി വന്നതും കറക്റ്റ് കേക്ക് വേൾഡ് എത്തി. ഇതെന്താ 1/2 kg കേക്ക് നോക്കാം. എല്ലാ ബർത്ത്ഡേസിനും ഇവിടെ നിന്നൊക്കെയാണ് മിക്കവാറും കേക്ക് വാങ്ങുന്നത്. പക്ഷേ ഇപ്രാവശ്യം കേക്ക് വാങ്ങിയത് വളരെ ഒരു തെറ്റായ ഒരു തീരുമാനമായിരുന്നു എന്നൊരു സംശയം കേട്ടോ. കേക്ക് കൊള്ളത്തില്ലായിരുന്നു. ഞാൻ 650 എന്തോ 1/2 kg കൊടുത്തിട്ടാണ് ഒരു കേക്ക് വാങ്ങിയത്. അതിൻ്റെ യാതൊരുവിധ ടേസ്റ്റും ആ സാധനത്തിന് ഉണ്ടായിരുന്നില്ല. ലോട്ടസ് ബിസ്കോഫൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് ബിസ്കോഫിൻ്റെ ഒരു ഇതായിരിക്കും, ലെയർ അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയത് കേട്ടോ. പക്ഷേ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ആ കേക്ക്. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്കും ആർക്കും ഇഷ്ടമായില്ല കേട്ടോ. വേദ ആദ്യം കഴിച്ചപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ പിന്നീട് അത് നമ്മൾ കാര്യമായി ജസ്റ്റ് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ പോലെ വന്നായിരുന്നു. പിന്നെ കഴിച്ചപ്പോഴാണ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു, വളരെ മോശം കേക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ കേക്ക് വേൾഡിൽ പോവുകയാണെങ്കിൽ ഈ ഒരു കേക്ക് ചൂസ് ചെയ്യരുത്. മറ്റുള്ള കേക്കിൻ്റെ കാര്യം എനിക്കറിയില്ല. നമ്മൾ ഈ വാങ്ങിയ ലോട്ടസ് ബിസ്കഫ് വരുന്ന ആ ഒരു കേക്ക്, അതിൽ വേഫൽസിൻ്റെ ഇതൊക്കെ ഉള്ളിൽ വരുമെന്ന് പറഞ്ഞു. അതൊക്കെ എന്തോ ഉള്ളിലുണ്ട്, പക്ഷേ ടേസ്റ്റ് ഒട്ടും കൊള്ളില്ലായിരുന്നു, വളരെ മോശം കേക്കായിരുന്നു. ആ ഒരു കേക്ക് ചൂസ് ചെയ്യരുത്. അത് ഞാൻ വാങ്ങി എനിക്ക് കൊള്ളില്ലാന്ന് തോന്നിയിട്ട് പറയുന്നത് കേട്ടോ. കേക്ക് വേൾഡിനെ കുറ്റം പറഞ്ഞതല്ല, ആ കേക്ക് കൊള്ളത്തില്ല എന്നാണ് പറഞ്ഞത്. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയുക. നിങ്ങൾ നാളെ അവിടെ പോയി വാങ്ങുമ്പോൾ നിങ്ങൾക്കതൊരു തെറ്റായിട്ട് തോന്നരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് കേക്ക് വേൾഡിലെ കേക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കിട്ടാൻ പോകുന്നില്ല. എൻ്റെ വീഡിയോസ് കാണുന്ന ചില പ്രേക്ഷകർക്കെങ്കിലും അതൊരു ഉപകാരമുള്ള കാര്യമാണെങ്കിൽ ആവട്ടെ. നാളെ അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ ഒരു കേക്ക് ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞ് ചെന്ന് വാങ്ങിയിട്ട് ആ കേക്ക് കൊള്ളില്ല എങ്കിൽ അത് വളരെ മോശമാണ്. ഞാൻ ആദ്യമേ ആ കേക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ധൈര്യമായിട്ട് ആ കേക്ക് വാങ്ങണ്ടല്ലോ. അതുകൊണ്ട് പറയുന്നതാണ്. അല്ലാതെ എനിക്ക് ഇവരുമായിട്ട് യാതൊരുവിധ വിരോധമോ അവർക്ക് എന്നോടൊരു വിരോധമോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇത്രയും പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് അവർ ക്യാഷ് റീഫണ്ട് ചെയ്യാനും പോകുന്നില്ല. കൊള്ളില്ലാത്തത് കൊള്ളില്ല എന്ന് പറയും, കൊള്ളാമെന്നുള്ളത് കൊള്ളാമെന്ന് പറയും. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അതറിയുകയും ചെയ്യാം. അല്ലാതെ ഞാൻ എന്ത് കഴിച്ചാലും കൊള്ളത്തില്ല എന്നേ പറയത്തുള്ളൂ എന്ന് ഈ നെഗറ്റീവ് പറയുന്നവർ അത് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ കൊള്ളില്ല എന്ന് പറയുന്നത് മാത്രമേ അവർ കാണത്തുള്ളൂ, കൊള്ളാമെന്ന് പറയുന്ന ഒന്നും കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും 650 കൊടുത്ത് വാങ്ങിച്ച കേക്കായിരുന്നു അത്. അതുകൊണ്ട് അത്രയും പൈസ കൊടുത്ത് വാങ്ങിയുണ്ട് കേട്ടോ. ഒരു നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റോ ഒക്കെ ആയിരുന്നെങ്കിൽ അത്രയും വിഷമം വരില്ലായിരുന്നു. ഇത്രയും പൈസ കൊടുത്ത്
വാങ്ങിയതുകൊണ്ട് ഒരു ചെറിയ വിഷമം ഉണ്ടായി. നല്ല പ്രതീക്ഷയോടെ വാങ്ങിയ കേക്ക് ഫ്ലോപ്പ് ആയപ്പോൾ ഒരു ചെറിയൊരു വിഷമം. സംസം ബൺ കഫേയിൽ നിന്ന് വാങ്ങിയാലും മതിയായിരുന്നു, പക്ഷേ ഇവിടെ നിന്ന് വാങ്ങി നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത്. എപ്പോഴും എല്ലായിടത്തും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ നമുക്കായാലൊരു അബദ്ധം പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇനി ട്യൂഷന് പോയിട്ട് വന്നിട്ട് ബാക്കി സെലിബ്രേഷൻ. അടുത്തത് വേറെ ഇനി നേരെ ട്യൂഷന് കൊണ്ടുവിടുകയാണ്. നല്ല മഴക്കാറ് കേട്ടോ, നല്ല മഴക്കോളുണ്ട്. അപ്പോൾ വേദ ഹാപ്പി? മന്തി കേക്ക് അല്ലടാ, ട്യൂഷനൂടെ ഇല്ലായിരുന്നെങ്കിൽ ഹാപ്പി അല്ലേ? ട്യൂഷൻ കഴിഞ്ഞ് വന്ന് നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട് ബാക്കി പഠിക്കാം. അത് പറയാൻ വിട്ടുപോയി, ഇന്ന് വേദയ്ക്ക് സ്റ്റഡി ലീവാണ് കേട്ടോ. നാളെ സയൻസാണ്. കുറച്ചൊക്കെ പഠിച്ചു, ഇനി കുറച്ചുകൂടെയൊക്കെ പഠിക്കാനുണ്ട്. ട്യൂഷനുണ്ട്, സയൻസിന് ട്യൂഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ട്യൂഷനും എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ ഓക്കെ ആവും. അങ്ങനെ വേദക്കുട്ടിയെ ട്യൂഷനാക്കി. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകും. 4:30 വരെ വേദയ്ക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്ന് 6 മണിയൊക്കെ ആകുമ്പോൾ അപ്പുറത്ത് ദിയൊക്കെ എത്താനായിട്ട്. ആരൊക്കെ ഉണ്ടോ കേട്ടോ, അവരാരും നമ്മൾ വിളിച്ചില്ല. പോയിട്ട് വൈകിട്ട് ചെന്നിട്ട് കഴിക്കാൻ വിളിക്കാം എന്ന് കരുതി, ആരോടൊന്നും പറഞ്ഞില്ല. ആരൊക്കെ ഉണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം എന്താ, നമ്മൾ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരും, നമ്മളും തിരിച്ച് കൊടുക്കും. അങ്ങനെയല്ല എങ്കിലും അതെപ്പോഴും ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. വേദയ്ക്ക് ഇപ്പോൾ 12 വയസ്സായി. ഈ ഒരു നമ്മളോട് താമസമായപ്പോൾ മുതൽ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വരും. ഇനി എപ്പോഴും നമ്മൾ ആ ഗിഫ്റ്റ് വാങ്ങുന്നത് ശരിയല്ല. അപ്പോൾ ദിയയുടെ അമ്മയോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വേദയുടെ ബർത്ത്ഡേ ആണെന്ന് അന്ന് പറഞ്ഞതിൻ്റെ ഇതിലാണ് വേദയ്ക്ക് അന്ന് ഗിഫ്റ്റ് വാങ്ങി ദിയ വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ. ഇനി മന്തിയൊക്കെ വേസ്റ്റ് ആവുമെന്ന് അറിയില്ല. എല്ലാവരും ഒക്കെ ഉണ്ടാവും, എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഒക്കെ. എങ്കിലും ഫുൾ മന്തി ഒന്നും വേദ കഴിക്കൂല, അത് വേറെ കാര്യം. ഞാൻ ഡയറ്റ്, എല്ലാവരും എന്നെ കളിയാക്കുക, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്, ഡയറ്റ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് 4:30 ആകുമ്പോൾ വേദയെ വിളിച്ചിട്ട് വന്ന് എനിക്കിനി ഒരു 3 ചാപ്റ്ററൂടെ വേദയോട് ചോദിക്കാനുണ്ട്. ഒരു ചാപ്റ്ററൂടെ ചോദിച്ച ശേഷം വേദ റെഡിയായി നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു കൊറിയറുണ്ട്, മാം കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കൊറിയർ ഓർഡർ ചെയ്തതായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഇന്ന് വരുന്ന രീതിയിലൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. വിന്നിൽ നിന്നാണ്, സംഗീത മാമാണ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി. രാവിലെ ഞാൻ കഴിഞ്ഞ വേദയുടെ ബർത്ത്ഡേയുടെ അന്ന് ഞാനൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചേച്ചി ഇങ്ങനെ എറണാകുളത്ത് നിന്ന് വിളിച്ചിട്ട് കുറച്ച് ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യട്ടെ, വേദയ്ക്ക് ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കൂ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്നൊക്കെ പറഞ്ഞൊരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ്, ആ കൊറിയർ വന്നു എന്ന് തോന്നുന്നു. പിന്നി വഴിയാണ് സാധനം വന്നത്. അപ്പോൾ രാവിലെ ജസ്റ്റ് ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ, ഈവനിങ് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലുള്ള ഗിഫ്റ്റ് ഐറ്റംസൊക്കെയാണ് വിന്നീസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഗിഫ്റ്റ് ഐറ്റംസ് ഇങ്ങനെ പറയുന്ന സമയം ആ ദിവസം കൊടുക്കാറുണ്ട്, എത്തിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല, നോക്കട്ടെ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ചേച്ചി പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, നമ്മൾ എറണാകുളത്താണ് ചേച്ചിയുടെ വീട്. നമ്മുടെ വസ്ത്രയിൽ നിന്ന് എപ്പം മെറ്റീരിയൽ, ചുരിദാർ മെറ്റീരിയൽ, സാരിയൊക്കെ വന്നാലും എല്ലാത്തിനും ഓരോ പീസാണ് ചേച്ചി വാങ്ങിയിരിക്കും കേട്ടോ. ചുരിദാർ മെറ്റീരിയലൊക്കെ എല്ലാം വാങ്ങും. എൻ്റെ നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ആ ചേച്ചി. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ചേച്ചി എറണാകുളം വരുമ്പോൾ കാണാം, പൈസ ഒന്നും വേണ്ട, അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം, അപ്പോൾ എന്തെങ്കിലും വേദയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താൽ മതിയെന്ന്. കറക്റ്റ് ഇന്ന് മോർണിംഗ് വേദയുടെ ബർത്ത്ഡേ വിഷസ് നാളായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ വീഡിയോസിൽ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്നാണെന്നുള്ള കറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കറക്റ്റ് ബർത്ത്ഡേ വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു അഡ്രസ്സ് അയക്കൂ ശ്രീകുട്ടി പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ അഡ്രസ്സ് അയച്ചേക്കാം ചേച്ചി, അന്നേ പറഞ്ഞതല്ലേ എന്ന് അഡ്രസ്സ് അയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിന്നി എന്നൊരു മെസ്സേജ് വന്നു. ഞാനത് കാര്യമായിട്ട് നോക്കിയില്ല കേട്ടോ. ജസ്റ്റ് എന്തോ കൊറിയർ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഏതോ ഒരു കൊറിയർ ആയിരിക്കും എന്ന് കരുതി നോക്കിയില്ല. ഇപ്പോൾ കോൾ വന്നപ്പോഴാണ് സംഗീത ചേച്ചി അയച്ച കൊറിയർ. അപ്പോൾ വേദയ്ക്ക് എന്തോ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. എന്തായാലും വേദ ട്യൂഷന് പോയിരിക്കുകയാണ്. പോയിട്ട് വന്നിട്ട് നമുക്ക് ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാവേ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, കേക്കല്ല കേട്ടോ, എന്തായാലും ചെറിയൊരു തണുപ്പുണ്ട്. എന്തായാലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക, എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ. ചോക്ലേറ്റ്സ് ആണോ എന്താണെന്ന് അറിയില്ല. കേക്കല്ല, കേക്ക് എന്തായാലും ഈ ഒരു സൈസിൽ കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇനി ആ ബാഗിൽ ഇരുന്നിട്ട് തണുത്തതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ചെറിയ തണുപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്കത് മെൽറ്റ് ആവാതെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. വേദ വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിലൊരു റൈറ്റിംഗ് ഉണ്ട് കേട്ടോ, അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല. അതിൽ ചേച്ചിയുടെ ഫോൺ നമ്പറൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തില്ല. അപ്പം മെസ്സേജ് ഫോർ യു ബൈ സെൻഡർ, ഡിയർ വേദക്കുട്ടി, കൗണ്ട് യുവർ ലൈഫ് ബൈ സ്മൈൽസ് നോട്ട് ഇയേഴ്സ്, കൗണ്ട് യുവർ ഏജ് ബൈ ഫ്രണ്ട്സ് നോട്ട് ഇയേഴ്സ്, ഹാപ്പി ബർത്ത്ഡേ.
താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്തായാലും വേദക്കുട്ടി വരട്ടെ, നമുക്ക് എന്നിട്ട് ഓപ്പൺ ചെയ്യാം. വേദ, ദിസ് ഇസ് സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ യു ഫ്രം സംഗീത ആൻറ്റി. നമ്മൾ വസ്ത്രം ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത് രാവിലെ മെസ്സേജ് ഇട്ട ആൻറ്റി. അയ്യോ ഇത് മൈക്ക് വെച്ചോ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാ ഒരു റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇത് കാണിക്കില്ല, നമ്പറുണ്ട്. മെസ്സേജ് ഫോർ യു ബൈ സെൻഡർ. ഡിയർ വേദക്കുട്ടി, കൗണ്ട് യുവർ ലൈഫ് ബൈ സ്മൈൽസ് നോട്ട് ഇയേഴ്സ്. കൗണ്ട് യുവർ ഏജ് ബൈ ഫ്രണ്ട്സ് നോട്ട് ഇയേഴ്സ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സംഗീത ആൻറ്റി. ഇനി നമുക്ക് ഗിഫ്റ്റ് എന്താണെന്നാണെന്ന് നോക്കാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണ് ഗിഫ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചെറിയ തണുപ്പുണ്ടായിരുന്നു. ഞാൻ കരുതി കേക്കാണ്, പക്ഷെ കേക്കല്ല, കേക്കിൻ്റെ സൈസ് അല്ല, സ്മോൾ സൈസായിരുന്നു. ചെറിയ എനിക്ക് ചോക്ലേറ്റ് ആണോ എന്നൊരു സംശയം. ബാഗ് ഞൂരു അത് ഊരാതായിരുന്നു. ചോക്ലേറ്റ്. വാവ്, നൈസ്. താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സംഗീത ചേച്ചി. ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. നമുക്ക് വേറെ ആരിൽ നിന്നും കിട്ടുന്നതിലും സന്തോഷം അല്ലേ ചേച്ചി. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ വിന്നി വഴിയാണ് അയച്ചു തന്നത് കേട്ടോ. വിന്നി ആ ഒരു ആപ്പ് വഴി, ആപ്പല്ലല്ലോ എന്താ പറയുക, ഓൺലൈൻ ആ ഒരു സെറ്റപ്പ് വഴി അയച്ചു തന്നതാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ അമ്മുക്കുട്ടി വന്നു. അമ്മൂനും എക്സാം, അമ്മുവും വേറെ ഒരേ സ്കൂളിലാട്ടോ. അമ്മൂനും എക്സാം നടക്കുകയാണ്. ക്ലാസ് വേറെയാണ്, പക്ഷേ അമ്മൂന് ഇന്നുണ്ടായിരുന്നു, ഇന്ന് വേദയ്ക്കില്ല. നാളെ അമ്മൂനില്ല, നാളെ വേദയ്ക്കുണ്ട്. വേദ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ വന്നപ്പോൾ ഞാൻ കുളിച്ചല്ല, മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വരാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഇനി ദിയൊക്കെ വന്നെന്ന് തോന്നണല്ലേ. വന്നാ തേനും അമ്പലത്തിൽ പോയിരിക്കണം, 7:30 കഴിയുമെന്ന് പറഞ്ഞു. നമുക്കെന്തായാലും അത് തേനുവിനെ നോക്കിയിരിക്കണ്ട. എന്തോന്നായിരിക്കും കഴിക്കാൻ പറ, എങ്കിലൊന്ന് ഗസ്. അല്ല എന്തെന്നാണെന്ന് പറ, ക്ലൂ തരട്ടാ. വേദയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ്. കൈ മാറ്റിയിട്ട് പറ. നിനക്കും ഇഷ്ടമുള്ള സാധനമാണ്. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെന്നാണ്? അമ്മൂന് ഇഷ്ടമുള്ള സാധനം എന്തോന്ന് പറ. ചിക്കൻ ഐറ്റംസിൽ എങ്കിലും അപ്പോൾ ഷവർമ്മ, ചിക്കൻ ബിരിയാണി, കുഴിമന്തി, അൽഫാം, ഷവായി അങ്ങനെയൊക്കെ കാണുമല്ലേ. ഷവർമ്മയാണ് ഇഷ്ടമല്ലേ? ഷവർമ്മ അല്ല, റൈസ് വരണ ഒരു സാധനമാണ്. അപ്പോൾ എന്തോന്നായിരിക്കും? റൈസ്, ചോറുള്ളതാണ്. അപ്പം കുഴിമന്തി ഇഷ്ടം തന്നെ. അപ്പോൾ നമുക്കിന്ന് മന്തി കഴിക്കാം. വേറെ വെളിയിൽ അത് തന്നെ. ഭയങ്കര കൊതു. വേദ വരട്ടെ, ഇന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാം. നമുക്ക് അമ്മൂനൊരു മുട്ടായി എടുക്കാം. ഇതിൽ ഒരു ജംസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോയിസൺ ഗെയിം കളിക്കാമായിരുന്നു. എന്നാ അമ്മു 5 സ്റ്റാർ കഴിക്കൂ, ഡു നത്തിങ്. പിന്നെ എന്താന്നൊക്കെ ഉണ്ട് വിശേഷം അമ്മു? ഇതൊക്കെ തന്നെ വിശേഷം അല്ലേ? പഠിച്ച് വയ്യല്ലേ അമ്മു? ഇതൊക്കെ ആര് കണ്ടുപിടിച്ചാ എന്തോ. മന്തി ചൂടുണ്ടാ നോക്കട്ടെ. തൊട്ടുമൊക്കെ ചൂടുണ്ട്. ഇനി ഒന്നും ചെയ്യണ്ട, നല്ല ചൂടുണ്ട്. നല്ല ചൂടല്ല എങ്കിലും ചൂടുണ്ട്. ചിക്കൻ ഇരിപ്പുണ്ട്. ഇത് ചൂട് പോയി, പക്ഷെ ഇത് ചൂടുണ്ട്. ഇതിൽ തന്നെ ചിക്കൻ ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച പീസാണ്. ടൊമാറ്റോ ചട്നി, മയനൈസ്, സാലഡ്സ് ഒന്നും പിള്ളേർക്ക് വേണ്ടല്ലോ. കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് കഴിക്കുമോ അമ്മു? ടൊമാറ്റോ കഴിക്കുമോ? വേദ റെഡിയായി വന്നേ. അപ്പുറത്ത് ദിയൊന്നും വന്നില്ല. 7 മണിയായി. 7:30 നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിക്കാം. അപ്പോൾ വേദയുടെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ടെക്സ്റ്റ് കൂടെ കുറച്ചുള്ളൂ. പിന്നെ റെഡി ആവാണ്. വേദ ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയായി സെറ്റ് ആവട്ടെ, എന്നിട്ട് കാണിച്ചു തരാമേ. സോ നമ്മുടെ ബർത്ത്ഡേ ഗേളിനെ ഇൻവൈറ്റ് ചെയ്യാം. ബർത്ത്ഡേ ഗേൾ വേദ മനോജ്, പ്ലീസ് കം ഓൺ. കണ്ണു തറ ഉണങ്ങിയത് കണ്ണിൽ ഇത് എഴുതിയിട്ടുള്ളത് കൊണ്ടാണ്. ആൻഡ് ഹെർ ബെസ്റ്റ് ഫ്രണ്ട് ഐറ വിനോദ്. ഇതാണ് വേദയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. പക്ഷെ അന്ന് ഇടാൻ പറ്റിയില്ല. അതിനെ ഇന്ന് വേദ ഇട്ടിരിക്കുകയാണ്. വേദയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. വേദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറും ഒരു കറക്കം കറങ്ങിയാണ്.
ആയി വേണ്ട അവളെ അമ്മീതെ കൂടെ വീഴരുത്. കണ്ണ് ഐലൈനർ ഇപ്പം ജസ്റ്റ് എഴുതിയതേ അതാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. തുറ കുഴപ്പമില്ല, ഉണങ്ങി. മസ്കാര, ഐലൈനർ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ബർത്ത്ഡേ കേൾ ആയിട്ട് നിൽക്കുകയാണ് വേദ. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മാറ്റാം. ഫുഡ് കഴിക്കുമ്പോഴും ഇത് വേണം. അത് കഴിഞ്ഞ് ഇവരൊക്കെ പോയിട്ട് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും പഠിക്കാൻ കയറും. ഞാൻ ചോദിക്കൂല, ചോദിച്ചാൽ അടി ഉറപ്പാണ്. ദിയ വന്നടേ. വേദയുടെ അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് വേദയുടെ റാമ്പ് വാക്ക് ആണ്. Come on, let's welcome വേദ മനോജ്. വാ 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 വാടാ പ്ലീസ്. അത് കഴിഞ്ഞ ഐറ വിനോദാണ്. ഗെറ്റ് റെഡി ഐറ. ഐറ come on. നല്ല സ്റ്റൈലായിട്ട് ഇവർ കളിക്കുന്നതല്ലേ. ഇന്നിപ്പോ ചമ്മല അമ്മൂന്. എന്താ ദിയ വന്നു, ദിയയുടെ വരാൻ പറ. മറ്റേ മൈക്കൂട്ട് എടുത്തു പോയി. ദിയ വന്ന്. ഗൗതുവാ കളരി ആശാനാണ് ഇപ്പൊ. മാമനായി ഗൗതു. പല്ലൊക്കെ പോയല്ലേ. കണ്ട ലോകയില നീലിയ കണക്ക് 2 പല്ല്. അത് ആടണ, ആ പല്ല ആടണ ഗൗതുവിന്റെ. അതാണ് അങ്ങനെ ഇരിക്കണത്. ഇത് ദിയ കേക്ക് കട്ടിയായിരുന്നു അല്ലേ. ദിയ തേനു ഇപ്പോഴങ്ങ് വരൂല. തേനുവിനെ നോക്കിയെന്ന കാര്യം നടക്കൂല. കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാണേ. കുഞ്ഞി കേക്ക്. ആദ്യം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് മന്തി കഴിച്ചിട്ട് അവർക്ക് കേക്ക് കൊടുക്കാം. അപ്പോൾ ഒരു ഡെസേർട്ട് പോലെ ആവാം. ഞാൻ വേറെ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചില്ല. നീ മൈക്ക് വെച്ചില്ലേ? എടുക്കട്ടെ. ഇതാണ് നമ്മുടെ കേക്ക്. ലോട്ടസ് ബിസ്കറ്റ് ചോക്ലേറ്റ് കേക്ക് അല്ല, സ്പോഞ്ചി. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാം. ബർത്ത്ഡേ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ വേദ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ വേദ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതവർക്ക് ഫ്രണ്ട്സിനെല്ലാം കൂടെ. ഓക്കെ, താങ്ക് യു. ഇനി അവർക്ക് എല്ലാവർക്കും കൊടുക്കും. ഇങ്ങോട്ട് വാടാ, ഫ്രെയിമിൽ കയറുന്നില്ലടാ. ബാക്കി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കേക്ക് മുറിക്കാം. കറക്റ്റ് സമയം തേനു വന്ന്. തേനുവിൻ്റെ അമ്മ പറഞ്ഞു 8 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ കൂടും. ഗൗതു ഒളിച്ച് നടക്കുകയാണ് ഗൗതു. ഇതൊക്കെയല്ലേ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുറത്ത് പോയി നമ്മൾ മാത്രമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷേ വേദയ്ക്ക് ഇങ്ങനെ എല്ലാവരെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഫുഡൊക്കെ കൊടുക്കാൻ ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്ലാനിങ് എപ്പോഴും എല്ലാ വർഷവും ചെയ്യുന്നത്. നമുക്കും ഇങ്ങനെ പുറത്തൊക്കെ പോയി നമ്മൾ മാത്രമായിട്ടിരുന്ന് ആഘോഷിക്കുന്നതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ ഇഷ്ടമല്ലേ കുറച്ചുകൂടെ നോക്കാനായിട്ട്. അവൾക്കിതാണ് ഇഷ്ടം, അപ്പോൾ ഇത് തന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവൾക്കും ഇഷ്ടം, അവളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇഷ്ടം. നമ്മളല്ലാതെയൊക്കെ പുറത്ത് പോയി പലപ്പോഴായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. ഇങ്ങനൊരു ഒക്കേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒരു സന്തോഷം, ഇഷ്ടം നോക്കണം. അത്ര വലിയ ആഡംബരമോ ഗംഭീരമോ ഒന്നും അല്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട, അവൾക്ക് പ്രിയപ്പെട്ട കുറച്ച് പേര്. അവളുടെ സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരെയൊക്കെ വിളിക്കണമെന്നും പറയാറുണ്ട്. പക്ഷേ എല്ലാവരും കൂടെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അവളുടെ അടുത്ത് അത്രയും വേണ്ടപ്പെട്ട ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ, അവർക്ക് കൊടുക്കുമ്പോൾ വേദയ്ക്കും ഭയങ്കര സന്തോഷം, എനിക്കും ഭയങ്കര സന്തോഷം. അവരുടെ ബർത്ത്ഡേ വരുമ്പോഴും ഇതുപോലെയൊക്കെ തന്നെ കേട്ടോ സെലിബ്രേഷൻസും കാര്യങ്ങളും. വേദ അവിടെ പോയി ഫുഡ് കഴിക്കും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യം പറഞ്ഞിട്ട് തുടങ്ങാമേ. വേദയ്ക്ക് ലാസ്റ്റ് ആദ്യം വേദയുടെ ഫ്രണ്ട്സിന് കൊടുത്ത് ആദ്യം ഗസ്റ്റുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ആർക്ക് കൂടി പോയെന്ന് വേണ്ടേ? മൂത്രം കഴിക്കൂലേ? വേണമെങ്കിൽ റൈസൊക്കെ ചോദിക്കണേ. വേറെ റൈസ് കുറഞ്ഞു എന്ന് തോന്നുന്നു. ചോദിച്ചാൽ മതി. ഉണ്ട്. അപ്പൊ ചീഴ്സ് പറഞ്ഞിട്ട് എടാ എല്ലാരും ഉണ്ട്. പൊട്ടിക്കരുത്, ഗ്ലാസ്സിനെ പൊട്ടിക്കരുത്. ഞാനും ഉണ്ട് ഗ്ലാസ് എടുക്കാനുള്ളായിരുന്നു. പോട്ടെ. ചിയേഴ്സ്. വേദയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ. ചിയേഴ്സ് പറഞ്ഞ ഒരു സിപ്പ് കുടിക്കണമെന്നാണ്. അതാണ് അതിൻ്റെ ഒരു രീതി.
ആദ്യം ഗസ്റ്റുകൾ കഴിച്ച് തുടങ്ങിയിട്ട് വേണം നീ കഴിക്കാൻ. എല്ലാവർക്കും മന്തിയൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് നല്ല മന്തിയായിരുന്നു കേട്ടോ. മന്തിക്ക് ദോഷമൊന്നും പറയാനായിട്ടില്ല. പിന്നെ അവരുടെ ചില ചെറിയ ചെറിയ സർവീസുകളാണ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയത്. വളരെ മോശമൊന്നുമല്ല, അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെല്ലാവരും ഹാപ്പിയാണ്. തേനൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, വേദയും ഹാപ്പിയാണ്. വേദയ്ക്കും മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തത് മന്തി കൊടുക്കാമെന്ന് തന്നെയാണ്. പിന്നെ ഞാനങ്ങ് അത് ക്യാൻസൽ ചെയ്തിട്ടാണെങ്കിൽ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കാം, നമുക്കൊരു കണ്ടൻറ്റും ആവുമല്ലോ എന്നൊക്കെ കരുതി. പിന്നീട് ഞാൻ വീണ്ടും കരുതി കിടന്ന് കഷ്ടപ്പെടുന്നതിലും കാര്യം മന്തി ഒരെണ്ണം വാങ്ങിയാൽ ബുദ്ധിമുട്ട് കഷ്ടപ്പാടുകളില്ലല്ലോ, ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാമല്ലോ. മറ്റത് ജോലിയല്ലേ, ഫുഡ് ഉണ്ടാക്കുക, കൊടുക്കുക, ഇളക്കുക, വയ്ക്കുക, പാത്രം കഴുകുക. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്തായാലും മന്തി വാങ്ങിക്കാമെന്ന് തന്നെ കരുതി കേട്ടോ. ഞാൻ അവിടെ നിന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൂടി കൊണ്ടിട്ടാണ് ഞാൻ എന്തായാലും കഴിച്ചപ്പോൾ കൊള്ളാം, കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതായിരിക്കും എന്ന് കരുതിയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും മന്തി ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ ഡെസേർട്ടോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയില്ല. കേക്ക് തന്നെയാണ് ഡെസേർട്ടായിട്ട് കൊടുത്തത്. അവർ കൊടുത്ത ചോറ് വളരെ കഷ്ടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കഴിച്ചത് കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയെന്ന്. ചിക്കൻ പീസൊക്കെ എല്ലാവരുമൊക്കെ വേണ്ടാതെ ബാക്കി ദിയെന്നും കുറച്ചൊക്കെ കഴിച്ചുള്ളൂ കേട്ടോ. ബാക്കി വേണ്ടാതെ കഴിക്കുന്നത് ഉണ്ടായിരുന്നു. വയറ് നിറങ്ങി പോയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കിവിടെ എൻഡ് ചെയ്യാം. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു, അന്ന് ചെയ്യാൻ പറ്റാത്തൊരു വിഷമം ഇത് തന്നെ കേട്ടോ നമ്മുടെ സെലിബ്രേഷൻ. ഇതിൽ കൂടുതലൊന്നുമില്ല. അന്നായിരുന്നെങ്കിൽ എല്ലാവരും കൂടി അച്ഛനും അമ്മയും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം. തേനുവിന് അത് വേണോ? അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, എല്ലാവരും പറ ടാറ്റാ.